കൂട്ടുകാരോടൊപ്പമോ വീട്ടുകാരോടൊപ്പമോ ഒന്നിച്ചിരിക്കുമ്പോൾ എവിടെ ചെന്നാലും എന്നെ മാത്രം എന്താ ഈ കൊതുക് ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് കടിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എല്ലാവരും വിചാരിക്കുന്നത് ചോരയ്ക്ക് മധുരം കൂടുതലായതുകൊണ്ടാണെന്നാണ്. എന്നാൽ ഇതിനു പിന്നിൽ കൃത്യമായ ശാസ്ത്രമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, ചില മനുഷ്യർ കൊതുകുകളെ ആകർഷിക്കുന്ന മാഗ്നറ്റുകളായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മളെ കണ്ടെത്താൻ കൊതുകുകളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മൾ ശ്വാസമെടുത്ത് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. വളരെ ദൂരത്തു നിന്ന് തന്നെ കൊതുകുകൾക്ക് ഈ ഗ്യാസ് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ ശരീരപ്രകൃതിയുള്ളവർ, മുതിർന്നവർ, ഉയർന്ന മെറ്റബോളിസം നിരക്കുള്ളവർ എന്നിവരെ കൊതുകുകൾ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യും. കാരണം ഇവരുടെ ശരീരം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. രണ്ടാമത്തെ കാരണം നമ്മുടെ ശരീരത്തിലെ വിയർപ്പും ഒപ്പമുള്ള രാസവസ്തുക്കളുമാണ്. വളരെ സെൻസിറ്റീവായ മണക്കാനുള്ള ശേഷി കൊതുകുകൾക്കുണ്ട്. നമ്മുടെ ചർമ്മം വിയർപ്പിലൂടെയും എണ്ണമയത്തിലൂടെയും പുറന്തള്ളുന്ന നൂറുകണക്കിന് രാസസംയുക്തങ്ങളുണ്ട്. ഇതിൽ ലാക്റ്റിക് ആസിഡ്, അമോണിയ, കാർബോക്സിലിക് ആസിഡ് എന്നിവ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെ കൊതുകുകൾ വിടാതെ പിന്തുടരും. കൂടാതെ നമ്മുടെ ചർമ്മത്തിലുള്ള ബാക്ടീരിയകളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ വിയർക്കുന്നവരാണോ എങ്കിൽ കൊതുകിന് നിങ്ങളോട് പ്രണയം കൂടാൻ സാധ്യതയുണ്ട്. ചൂടിലേക്കും ഈർപ്പത്തിലേക്കും കൊതുകുകൾ വേഗത്തിൽ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർ, പുറത്ത് സമയം ചെലവഴിക്കുന്നവർ എന്നിവരെ കൊതുകുകൾ വേഗത്തിൽ വളയും. നമ്മളെല്ലാവരും തമാശയായി പറയാറുള്ള മറ്റൊരു കാര്യമുണ്ട്, ബ്ലഡ് ഗ്രൂപ്പ്. ചില പഠനങ്ങൾ പറയുന്നത് എ ഗ്രൂപ്പിലുള്ളവരെ അപേക്ഷിച്ച് ഒ ഗ്രൂപ്പിലുള്ള രക്തത്തോട് കൊതുകുകൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്നാണ്. എന്നാൽ ഇത് സംബന്ധിച്ച പഠനങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് ഇതിനെ അന്തിമ നിഗമനമായി കാണാൻ കഴിയില്ല. മറ്റൊരു വിഭാഗം ഗർഭിണികളായ സ്ത്രീകളാണ്. സാധാരണക്കാരെ അപേക്ഷിച്ച് ഗർഭാവസ്ഥയിൽ സ്ത്രീകൾ കൂടുതൽ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാറുണ്ട്. കൂടാതെ അവരുടെ ശരീര താപനിലയും നേരിയ തോതിൽ കൂടുതലായിരിക്കും. ഇതും കൊതുകുകളെ ആകർഷിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചോരയുടെ മധുരം കൊണ്ടൊന്നുമല്ല കൊതുക് കടിക്കുന്നത്. നിങ്ങളുടെ ശരീരഗന്ധം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, ശരീരത്തിലെ ചൂട്, ചർമ്മത്തിലെ ബാക്ടീരിയകൾ എന്നിവയൊക്കെയാണ് ഇതിന് കാരണം. ഇനി എവിടെയെങ്കിലും ഇരുന്ന് കൊതുക് കടി കൊള്ളുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ കൗതുകകരമായ വാർത്തകൾക്കും ശാസ്ത്രവിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.